കമലിനൊപ്പം IC ബാലകൃഷ്ണൻ ഉണ്ട്. കമൽ, ഗുഡ് മോർണിംഗ്. എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന് വോട്ട് പിടിച്ചുള്ള യാത്രകൾ ഇന്ന് അവസാനിക്കുകയാണല്ലോ. മോത്തി, IC ബാലകൃഷ്ണനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സുൽത്താൻ ബത്തേരിയിലെ UDF സ്ഥാനാർത്ഥിയാണ്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ പ്രചാരണത്തിന് എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ടാണ് എത്തുന്നത്. ഉച്ചയോടെ സുൽത്താൻ ബത്തേരിയിൽ എത്തുന്നുണ്ട്. പ്രിയങ്ക എത്തുന്നതോടുകൂടി കൊട്ടിക്കലാശ ദിവസം ഉഷാറാവൂ. പിന്നെ പ്രിയങ്കാജി വരുന്നതോടുകൂടി കൊട്ടിക്കലാശം അതിഗംഭീരമായി മാറും. സുൽത്താൻ ബത്തേരിയെ സംബന്ധിച്ച് സുൽത്താൻ ബത്തേരിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ആ കൊട്ടിക്കലാശവും പൊതുസമ്മേളനവും കഴിഞ്ഞതിന് ശേഷം പ്രാദേശിക തലത്തിൽ 8 പഞ്ചായത്തിൻ്റെ ആസ്ഥാനങ്ങളിലും കൊട്ടിക്കലാശം നടക്കും. ഇതുവരെയുള്ള പ്രചരണം എങ്ങനെ? ഇന്നൊക്കെ ഇപ്പോൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ആ വലിയൊരു വിജയപ്രതീക്ഷ ഓരോ ദിനം കൂടുന്നതനുസരിച്ചുള്ള വിജയപ്രതീക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഭൂരിപക്ഷം കഴിഞ്ഞതിനേക്കാളും കൂടുതൽ വർദ്ധിക്കും. വയനാട് കേരളം മുഴുവൻ ചർച്ചയാണ്. നമ്മുടെ പുനരധിവാസം, കോൺഗ്രസിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വശം. അതിനിടയ്ക്കാണ് ഇന്നലെ സുൽത്താൻ ബത്തേരി കേന്ദ്രീകരിച്ച് NM വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം. താങ്കൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ മുന്നേ ഉണ്ടായതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിൽ അത് വരുമ്പോൾ എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ? അല്ല, ഇതിൻ്റെ മുന്നുള്ള ആരോപണങ്ങളൊക്കെ കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വെച്ച വിജിലൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കോടതിക്ക്, ബഹുമാനപ്പെട്ട കോടതിക്ക്. അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചുള്ള കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അതാ അധ്യായം അവിടെ നിന്ന്. ഇനി കോടതിയാണ് പറയേണ്ടത്. പിന്നെയുള്ള ഇങ്ങോട്ട് വന്ന ആരോപണങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല. മാത്രമല്ല, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതൊരു അന്വേഷണത്തിനും ഞാൻ നേരിടുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണിത്. ഇപ്പോൾ കൽപ്പറ്റയിൽ പറയുന്നുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ഭവനം എന്താ പൂർത്തീകരിച്ച വീട്ടിലെ ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് വളരെ കൃത്യമായി ഗവൺമെൻറ് പരിഗണിക്കാത്ത കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഭവന നിർമ്മാണം നിർമ്മിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ബത്തേരത്തെ വിഷയം താങ്കൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയില്ല? അതൊരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ UDF-നെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, അതിനൊക്കെ ഇനി ആര് തന്നെ ആരോപണം ഉന്നയിച്ചാലും അതൊന്നും വിശ്വസിക്കുന്ന സാധാരണക്കാരായ ആളുകളല്ല സുൽത്താൻ ബത്തേരിക്കാർ. വളരെ സ്റ്റഡീഡാണ് എല്ലാം. സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിലും വളരെ സ്റ്റഡീഡാണ്. ഇപ്പോൾ ജനങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ മറുപടി പറയാൻ പോകുന്നത് ഈ വരുന്ന 9-നാണ്. കാരണം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ അതിനെതിരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ശരിയല്ല. അതിൻ്റെ പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. അവരിനിയും പറയാൻ തയ്യാറായി നിൽക്കുക. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. എന്തായാലും വളരെ ഉഷാറായി മുന്നോട്ട് പോട്ടെ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇവിടെ ജനപക്ഷത്താണ് ഞാൻ, ജനങ്ങളുടെ കൂടെയാണ് ഞാൻ. രാഷ്ട്രീയമില്ലാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ അവരെയും ചേർത്ത് പിടിച്ചു. 15 വർഷം പിന്നിട്ട പാതകൾ കൃത്യമായി ഇവിടുത്തെ ബാലകൃഷ്ണനാണ് വയനാട് നിന്നും വിശേഷങ്ങളുമായി നമ്മുടെ പ്രതിനിധിയും കമലിനൊപ്പം ചേർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.